കോൺഗ്രസിന്റെ സമരത്തിനിടെ ആംബുലൻസ് തടഞ്ഞുവച്ചതിനെ തുടർന്ന് ഒരാൾ മരിച്ചു എന്ന ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്താണ് പ്രശാന്ത് സാർ സംഭവം? ഇത്തരത്തിൽ സമരം നടത്തി പ്രതിഷേധത്തിനിടയിൽ ആംബുലൻസ് തടഞ്ഞു വയ്ക്കുക എന്നൊക്കെ പറയുന്നത് വളരെ ഗൗരവകരമായ വിഷയമാണ്. എന്താണ് കോൺഗ്രസിന്റെ സമരത്തിനിടയിൽ സംഭവിച്ചത്? തിരുവനന്തപുരത്താണ് സംഭവം. മെഡിക്കൽ കോളേജിലേക്ക് ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ നിന്ന് കൊണ്ടുപോയ ഒരു രോഗി ആംബുലൻസിൽ കയറ്റി എത്രയും പെട്ടെന്ന് ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാൻ ആശുപത്രി അധികൃതർ ശുപാർശ ചെയ്ത് ആംബുലൻസ് വന്ന് കയറ്റി നിർത്തിയിരുന്ന രോഗിയുമായി കയറ്റി നിർത്തിയിരുന്ന പ്രാണന് വേണ്ടി മല്ലടിക്കുന്ന രോഗിയുമായി നിൽക്കുന്ന ആംബുലൻസിന്റെ മുൻപിൽ മണ്ഡലം പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ, കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് നേതൃത്വത്തിൽ സമരം. ബന്ധുക്കൾ അപേക്ഷിച്ചു, ഞങ്ങളെ വിടണം, അയാൾ മരിക്കും, എത്രയും പെട്ടെന്ന് മെഡിക്കൽ കോളേജ് കൊണ്ടുവരണം, ഇവിടെ പറ്റാത്തതുകൊണ്ട് ഡോക്ടർ റെഫർ ചെയ്തതാണ്, അതുകൊണ്ടാണ് ആംബുലൻസ് വിളിച്ചത്, അതൊന്നും പറ്റത്തില്ല, ഞങ്ങൾ സമരം ചെയ്യുകയാണെന്ന് പറഞ്ഞു ആ സമരം ചെയ്തു. ആ സമരം ചെയ്യുന്നതിന്റെ ഫോട്ടോസ് വെളിയിൽ വന്നു. അത്തരത്തിൽ ദാരുണമായിട്ടുള്ള സംഭവം. അയാൾ വീണ്ടും 20-30 മിനിറ്റോളം ഈ പറയുന്നത് പോലെ സമരം അതിന്റെ മുന്നിൽ തടഞ്ഞു നിർത്തി നടത്തി. ആര് പറഞ്ഞിട്ടും മാറാത്ത ഒരവസ്ഥ വന്നു. അവസാനം ആരൊക്കെയോ ഇടപെട്ട് 30 മിനിറ്റിന് ശേഷം ആംബുലൻസ് കടത്തി വിടുകയും ഈ ആംബുലൻസുമായി പോയ ആദിവാസി യുവാവ്, ഏതാണ്ട് 44 വയസ്സ് മാത്രം പ്രായമുള്ള യുവാവിന്റെ ദാരുണാന്ത്യം. അവിടെ ചെന്നപ്പോഴത്തേന് അയാൾ മരിക്കുന്ന ഒരവസ്ഥയുണ്ടായി. നേരത്തെ കൊണ്ടുവന്നായിരുന്നെങ്കിൽ മരണം ഉണ്ടാകുമായിരുന്നില്ല എന്ന് പറയുന്ന ഒരവസ്ഥ. അതായത് ഒരു ആദിവാസി യുവാവിന് ഒരു പക്ഷേ ആശുപത്രിയിൽ നിന്ന് സമയത്ത് മറ്റൊരു ആശുപത്രിയിലേക്ക് അല്ലെങ്കിൽ ക്രിട്ടിക്കൽ സ്റ്റേജ് ആയപ്പോൾ മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കുന്നതിന് സമ്മതിക്കാതെ ഇരിക്കുന്ന കോൺഗ്രസ് പൊതുപ്രവർത്തനം, അതായത് നാട് നന്നാക്കാൻ വേണ്ടി വന്നാൽ സമരം, അത് ഒരു പക്ഷെ കോടതി വരെ അനുവദിച്ചിരിക്കുന്ന സമരം ചെയ്യാനുള്ള അവകാശത്തിന് വേണ്ടി സമരം ചെയ്യാനുള്ള കാര്യം, അല്ലെങ്കിൽ അതിനുവേണ്ടി ആർക്കുമുള്ള ഒരു അവകാശം, ആ അവകാശത്തെയാണ്, ആ സമരത്തെയാണ് സമരാഭാസമായിട്ട് ഇപ്പൊ എല്ലാവരും കൊണ്ടു നടക്കുന്നത്. എന്തിനു വേണ്ടി സമരം ചെയ്യുന്നു എന്നുള്ളതിനെ പറ്റി അറിയത്തില്ല. കോൺഗ്രസിന് സമരം ചെയ്യുന്നതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ന്യായമായ കാര്യത്തിന് സമരം ചെയ്യുക എന്നുള്ളതല്ല, എന്തിനും സമരം ചെയ്യുക. ആൾക്കാരുടെ ഇടയിൽ ഇപ്പൊ ഭരിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടി ന്യായം ചെയ്താലും അന്യായം ചെയ്താലും എന്ത് ചെയ്താലും സമരം നടത്തിയാൽ ആ പാർട്ടിയെ താഴെ ഇറക്കി നാളെ കാലത്ത് ഞങ്ങൾക്ക് അധികാരത്തിൽ വരാൻ പറ്റും എന്നുള്ള ഒരു വ്യാജമായ മോഹം, ആ മോഹത്തിന്റെ മറവിൽ നടന്ന സമരം. ആ സമരത്തിനകത്ത് എന്തിന് സമരം ചെയ്യണം, ആരോടൊക്കെ സമരക്കാരാണെങ്കിൽ പോലും കരുണ കാണിക്കണം, സമരത്തിന്റെ മറവിൽ ആരെയൊക്കെ സമരത്തിന്റെ ഭാഗമാക്കണ്ട എന്നുള്ളത് പോലും അറിയാൻ വയ്യാത്ത, അത്തരയ്ക്ക് പോലും കാര്യവിവരമില്ലാത്തവരാണ് പൊതുപ്രവർത്തന രംഗത്ത് അല്ലെങ്കിൽ ഇത്തരം പാർട്ടിയുടെ ഉത്തരവാദിത്തങ്ങൾ നിൽക്കുന്നത് എന്നാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. അതായത് നിങ്ങൾക്കറിയാമല്ലോ, ഹർത്താൽ നടന്നാലും ഏത് സമരം നടന്നാലും എന്ത് പ്രതിഷേധം നടന്നാലും എന്ത് പണിമുടക്കം നടന്നാലും ഒഴിവാക്കുന്ന ഒന്നാണ് ആംബുലൻസ്, ഒഴിവാക്കുന്ന ഒന്നാണ് പാല്, ഒഴിവാക്കുന്ന ഒന്നാണ് ഈ പറഞ്ഞതുപോലെ ആശുപത്രികൾ. ഇതിനകത്ത് ആശുപത്രിക്കകത്ത് പ്രതിഷേധം നടത്താൻ അധികാരമുണ്ട്. പക്ഷെ ആശുപത്രിയുടെ പ്രവർത്തനത്തെ സ്തംഭിപ്പിക്കുന്ന ഒരു സമരവും ഒരു പ്രതിഷേധവും എങ്ങും ഒരു രാജ്യത്തും നമ്മൾ കണ്ടിട്ടില്ല. ആ സമയത്താണ് കോൺഗ്രസിന്റെ അധമന്മാർ, അല്ലെങ്കിൽ അറിവില്ലാത്തവന്മാർ, ആഭാസന്മാർ എന്ന് പോലും വിളിക്കേണ്ടി വരും, ആളില്ലാ പാർട്ടിക്ക് ആരെ കിട്ടിയാലും അധികാരത്തിൽ കൊണ്ടുവരാൻ അല്ലെങ്കിൽ അതിന്റെ അധികാരങ്ങൾ ഏൽപ്പിക്കാനും നേതാക്കന്മാരാക്കാനും പറ്റുന്ന രീതിയിലേക്ക് ഉള്ള ഒരു പാർട്ടിയായിട്ട് മാറിയിട്ടാണ് ഇത്തരത്തിൽ സമരം അല്ലെങ്കിൽ ഇത്തരത്തിൽ ആഭാസ സമരങ്ങൾ അരങ്ങേറുന്നത്. ഏതെങ്കിലും ബോധമുള്ളവൻ, എത്ര നീചനായിട്ടുള്ളവനാണെങ്കിൽ, ഏത് ഭീകരവാദികളാണെങ്കിൽ പോലും ഈ പറയുന്നത് പോലെ ഒരു രോഗിയെയും പേറി വരുന്ന ഒരു ആംബുലൻസിന്റെ മുമ്പിൽ കയറി നിന്ന് സമരം ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാവും. ഇത്തരത്തിലുള്ള സമരമാണ് തിരുവനന്തപുരത്ത് നടന്നിരിക്കുന്നത്. അതായത് ഒരു രോഗിയെ ഒരു ആശുപത്രിയിൽ നിന്ന് ആ ആശുപത്രിയിൽ രക്ഷിക്കാൻ പറ്റാത്തൊരവസ്ഥ വരുമ്പോൾ എത്രയും പെട്ടെന്ന് മറ്റൊരാശുപത്രിയിൽ അല്ലെങ്കിൽ അവിടുത്തെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മറ്റൊരു മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള മുന്തിയ ഹോസ്പിറ്റലിൽ
കൂടുതൽ ചികിത്സ കിട്ടുന്നിടത്തേക്ക് മാറ്റേണ്ട സമയത്ത് മാറ്റുമ്പോൾ ഒരു നിമിഷം പാഴാക്കാനില്ലാത്തപ്പോൾ ആ മാറ്റാൻ ശ്രമിക്കുന്ന ആ രോഗിയെ അല്ലെങ്കിൽ ആ ജീവൻ രക്ഷിക്കാൻ ശ്രമിക്കുന്ന ആ രോഗിയുടെ ബന്ധുക്കളെ അല്ലെങ്കിൽ അവരെയൊക്കെ നിഷേധിച്ചിട്ടാണ് ഈ ആംബുലൻസിന്റെ മുമ്പിൽ നിൽക്കുന്ന ഒരവസ്ഥ. അതായത് ഞാൻ പറഞ്ഞില്ലേ എന്തിനു വേണ്ടി സമരം ചെയ്യണമെന്ന് അറിയത്തില്ല. ഇപ്പോഴത്തെ പ്രതിപക്ഷത്തെ കണ്ടില്ലേ, ഭരണപക്ഷം അങ്ങ് വൃത്തിയായിട്ട് ഭരിച്ചു പോകുന്നു എന്നുള്ളത് നമുക്ക് അഭിപ്രായമില്ല, പക്ഷെ എന്തിനും എതിരെ അങ്ങ് സമരമാണ്. ഇതെവിടെ നിന്ന് പഠിച്ചതാണ്? എന്തും വന്നാൽ അങ്ങ് സമരം ചെയ്യോ, എന്തും വന്നാൽ അങ്ങ് റോഡിൽ ഇറങ്ങോ, എന്തും വന്നാൽ അങ്ങ് ബാരിക്കേഡ് തള്ളിയിടോ, എന്തും വന്നാൽ അങ്ങ് പോലീസിനെ കൈകാര്യം ചെയ്യോ, മര്യാദ നിൽക്കുന്ന പോലീസുകാരന്റെ തോളയിൽ കയറുക, ഇത്തരത്തിലുള്ള സമരാഭാസങ്ങൾ അല്ലെങ്കിൽ രാജ്യത്ത് പ്രശ്നമുണ്ടാക്കി വിഷയമുണ്ടാക്കി സമരമുണ്ടാക്കിയാൽ ഏത് രീതിയിലും അധികാരത്തിൽ വരാൻ പറ്റുമെന്നുള്ള ഒരു തോന്നൽ എന്തിനെതിരെയും. അപ്പൊ ഇത്തരത്തിലൊരു തോന്നലിന്റെ ഭാഗമാണ്, വിവരക്കേടിന്റെ ഭാഗമാണ്, ബോധമില്ലായ്മയുടെ ഭാഗമാണ് ഇത്തരത്തിൽ രോഗികളുടെയും ആംബുലൻസിന്റെയും ഒക്കെ മുമ്പിൽ കയറി നിൽക്കുന്ന ഒരവസ്ഥയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം ഇവിടുത്തെ KSUക്കാരൻ കാല് തൊട്ട് കഴുകുക, കാല് കഴുകുക, അധ്യാപകനത്തെ BJP-കാരന് ആണ്ട കാലോ അല്ലെങ്കിൽ അത്തരത്തിൽ BJP-കാരൻ ആണ് അധ്യാപകൻ എന്നതിന്റെ പേരിലോ അതിനെതിരെ സമരം ചെയ്ത്, അതുപോലെ തന്നെ ഓരോ കാര്യത്തിനും എന്താണെന്നറിയാതെ എന്തിനെന്നറിയാതെ എന്തിനും സമരം ചെയ്യുന്ന ഒരവസ്ഥ. ഏതായാലും ഇത് ദാരുണമായ ഒരു സംഭവമായി പോയി. കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം ഇവിടുത്തെ ആശുപത്രികൾക്കെതിരെ സമരം ചെയ്യും. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട ആശുപത്രികൾക്കകത്ത് പഴയ കെട്ടിടം ഇടിഞ്ഞു വീഴുന്നതിനെതിരെ സമരം ചെയ്യുന്നു. ആശുപത്രിയെ കൊണ്ടുപോകാൻ അല്ലെങ്കിൽ നയിക്കാൻ കഴിയാത്ത വീണ ജോർജിനെതിരെ സമരം ചെയ്യുന്നു. ഇപ്പം ആ സമരം ചെയ്യുന്നതും അല്ലെങ്കിൽ അത്തരത്തിൽ സമരങ്ങൾ ഇത്തരത്തിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനും സാധാരണക്കാരന്റെ കാര്യങ്ങൾ ഏറ്റെടുക്കാനും കഴിയാത്തതാണ് കോൺഗ്രസ് എന്ന് പറയുന്നു. സമരം ചെയ്യുന്ന കോൺഗ്രസിന്റെ വക്താക്കളാണ് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുന്ന ആംബുലൻസിന്റെ മുമ്പിൽ നിന്ന് രോഗിയുടെ മരണം ഉറപ്പുവരുത്തി സമരം ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നത്. അതായത് ഒരു രീതിയിലുള്ള ബോധവും ഇല്ലാത്ത ഒരു കോൺഗ്രസ്, അത് അവരുടെ പാർട്ടിയുടെ ഉന്നതയിൽ ഇരിക്കുന്നവരും അത് തന്നെയാണ് പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ താഴെ തട്ട് വരെ ഈ പാർട്ടിക്കകത്ത് ആളില്ലാതെ വന്നപ്പോൾ ആർക്കും കയറിയിരിക്കുന്നതിനും ആർക്കും സമരം നയിക്കുന്നതിനും ആർക്കും നേതൃത്വം കൊടുക്കുന്നതിനും കഴിയും എന്നുള്ളതിന് തെളിവാണ്. എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട എന്ന് അറിയാൻ വയ്യാത്ത ഒരു നേതൃത്വം ഉള്ളതിന്റെ തെളിവാണ് ഇത്തരത്തിലുള്ള സമരം. ഏതായാലും ഈ സമരം തുടരട്ടെ. കോൺഗ്രസ് സമരത്തിലൂടെ അടുത്ത പ്രാവശ്യം അധികാരത്തിൽ വരുമെന്ന് നമ്മൾ പ്രത്യാശിക്കാം. ഇനി നാളെ കാലത്തെ റോഡേ പോകുന്നവനെ തടഞ്ഞു നിർത്തിയുള്ള സമരമൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്കറിയത്തില്ല. സമരം ചെയ്യാനുള്ള അവകാശം ഉണ്ടെന്ന് കണ്ട് ഈ പറയുന്നത് പോലെ പോലീസ് സ്റ്റേഷനിൽ പോകുന്നതിനെയും അല്ലെങ്കിൽ മറ്റ് പല ആവശ്യങ്ങൾക്ക് പോകുന്നതിനെയും സാധാരണഗതിയിൽ സ്വന്തം ആവശ്യത്തിന് വേണ്ടി പോകുന്നതിനെയൊക്കെ തടയുമോ എന്നറിയത്തില്ല. കാരണം അത്തരത്തിലുള്ള ഒരു നേതൃത്വവും വിവരക്കേടിന്റെ നേതൃത്വവും ഒക്കെയാണ് ഇപ്പൊ ഇതിൽ നിന്ന് നമുക്ക് കോൺഗ്രസിനകത്ത് ഉള്ളതെന്ന് ബോധ്യപ്പെടുന്നു. ഏതായാലും ഇത് ദാരുണമായ സംഭവമായി പോയി. ഒരു ആദിവാസി യുവാവിന് ചോദിക്കാനും പറയാനും കൂടുതൽ ആൾക്കാരില്ലാത്ത പാവത്തുങ്ങളായിട്ടുള്ള ആദിവാസി യുവാവിനെ മരിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ മരണം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി തയ്യാറായ ഒരു മണ്ഡലം പ്രസിഡന്റും അനുയായികളും ഒക്കെയാണ് തിരുവനന്തപുരത്ത് നിന്ന് നമ്മൾ കണ്ട്. ഏതായാലും ഇത് വലിയ ചർച്ചയാകുന്നു, വലിയ പ്രശ്നമാകുന്നു. ഇത്തരത്തിലുള്ള സമരങ്ങളുമായിട്ട് ഏത് പ്രതിപക്ഷമായാലും ഏത് ഭരണപക്ഷമായാലും മുന്നോട്ട് പോകാതിരിക്കണം എന്ന് മാത്രമാണ് നമ്മൾക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. പ്രശാന്ത് സാർ സൂചിപ്പിച്ചതുപോലെ ഭരണപക്ഷം അതിമിടുക്കരാണെന്നുള്ള അഭിപ്രായമൊന്നും നമുക്കില്ല. പക്ഷേ ഈ സൂചിപ്പിച്ചതുപോലെ എന്തിനും ഏതിനും സമരം ചെയ്യുന്ന പ്രതിപക്ഷം എന്നുള്ള ഒരു നയം അവർ മാറ്റേണ്ടതുണ്ട്. ഏറ്റവും ഒടുവിൽ അവരുടെ ഈ സമരം പ്രതിഷേധത്തിനിടയിൽ പെട്ടുപോയ ആംബുലൻസിൽ വെച്ച് ഒരു ജീവൻ നഷ്ടമായിരിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. വ്യക്തമാണ്. താങ്ക് യു സർ.